പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ആന പാപ്പാനെ കുത്തിക്കൊന്നു. കൂറ്റനാട് നേർച്ചയിലെ വട്ടപ്പറമ്പൻസ് എന്ന ടീമിന്റെ വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. ടി നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ. ഈ കൂറ്റനാട് ശുഹദാക്കളുടെ മക്കാമില് ആണ്ടുനേർച്ച നടക്കാറുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള ദേശോത്സവത്തിലാണ് ഇത്തരത്തിലൊരു ആന ഇടഞ്ഞത്. അതായത് ഈ ദേശോത്സവത്തിന്റെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് ഈ 47 ആനകൾ പങ്കെടുക്കുന്ന ഒരു നഗരപ്രദക്ഷിണമുള്ള. അപ്പോൾ ഈ നഗരപ്രദക്ഷിണം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഈ ആന പെട്ടെന്ന് പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആന പാപ്പാനെ കുത്തുകയായിരുന്നു. ഉടൻ തന്നെ ഇയാളെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാപ്പാനോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളുടെ കൈക്ക് പൊട്ടലുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ ദേശോത്സവത്തിന്റെ ഘോഷയാത്ര. അവിടെ നിരവധി ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ മറ്റാർക്കും തന്നെ ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആളുകളൊക്കെ ഇവിടെ നിന്നും ഓടി മാറുകയായിരുന്നു. വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. ഏതായാലും ഈ ആനയെ ലോറിയിൽ കയറ്റി ഈ സ്ഥലത്തു നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. പാപ്പാന്റെ പേര് വിവരങ്ങളും മറ്റും ലഭ്യമാകുന്നതേ ഉള്ളൂ. ശരി നന്ദഗോപാൽ. ആന പാപ്പാനെ കുത്തിക്കൊന്നിരിക്കുന്നു. സംഭവം പാലക്കാട് കൂറ്റനാടാണ്. കഴിഞ്ഞ ദിവസമാണ് സമാനമായ സംഭവം ഉണ്ടായത്. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നു. കൂറ്റനാട് നേർച്ചയ്ക്കിടയിലാണ് ആന ഇടിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. ആന പാപ്പാനെ കുത്തിക്കൊന്നു. അതിന്റെ ദൃശ്യങ്ങൾ നന്ദഗോപാൽ വീണ്ടും ചേരുന്നു. നന്ദഗോപാൽ, ആനപ്പുറത്ത് വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. മറ്റാർക്കെങ്കിലും പരിക്കുണ്ടോ? മരിച്ചയാളുടെ വിവരങ്ങൾ. ഈ ഒരു പാപ്പാനൊപ്പം തന്നെ മറ്റൊരാളെ കൂടെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഇയാളുടെ കൈക്ക് പൊട്ടലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് ഗുരുതരമല്ല. ഇയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ആനപ്പുറത്തുണ്ടായിരുന്ന 3 യുവാക്കളും താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഇവർക്കൊന്നും തന്നെ കാര്യമായ പരിക്കും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ മരിച്ച പാപ്പാന്റെ പേര് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇതൊക്കെ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഏതാണ്ട് 11:30 കൂടിയാണ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണം ഉണ്ടായത്. ഇവിടെ നിന്നും ആന പാപ്പാനെ ആക്രമിച്ച് തിരിഞ്ഞ സമയത്ത് തന്നെ ഇയാളെ സ്ഥലത്തു നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് ഉടൻ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷേ പാപ്പാന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇത്തരത്തിൽ ഇടഞ്ഞ് പാപ്പാനെ കുത്തിക്കൊന്നത്. ഈ ഒരു ദേശോത്സവത്തിന്റെ ഭാഗമായി, കൂറ്റനാട് ദേശോത്സവത്തിന്റെ ഭാഗമായി 28 ടീമുകളാണ് ഇത്തരത്തിൽ ഈ ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കാറുള്ളത്. ഇതിൽ 47 ആനകൾ പങ്കെടുക്കാറുമുണ്ട്. ഈ ഒരു ഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ ആന ഇടഞ്ഞത്. ഇവിടെയുള്ള നേരത്തെയിലെ ഒരു ടീമായ വട്ടപ്പറമ്പൻസ് എന്ന ടീമിന്റെ ആന, അതായത് ഇവർ കൊണ്ടുവന്ന ആനയാണ് ഇത്തരത്തിൽ ഇടഞ്ഞ് പാപ്പാനെ കുത്തിക്കൊല്ലുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. മറ്റാർക്കും തന്നെ പരിക്ക് പറ്റിയിട്ടില്ല. ഒരാൾക്ക് മാത്രമാണ്, പാപ്പാന് പുറമെ മറ്റൊരാൾക്കും കൂടെയാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും ആശുപത്രിയിൽ പാപ്പാന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും. പേര് വിവരങ്ങളും ഉടൻ ലഭിക്കും എന്നുള്ളതാണ് അറിയുന്നത്.